ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി? നമ്മൾ അഴീക്കൽ ബീച്ചിൽ കാർണിവലും കാര്യങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ള് കാണുക, അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നൈറ്റ് കാറിലായിരുന്നു അഴീക്കൽ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടിപൊളി ട്രാഫിക് ആയിരുന്നു. നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത ട്രാഫിക് ആയതുകൊണ്ട് വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടായിരുന്നു നമ്മൾ ബീച്ചിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ആദ്യമാണ് കേട്ടോ അഴീക്കൽ ബീച്ച് ഇത്ര അടിപൊളിയായിട്ട് കാണാനത്. ഫുള്ള് കടകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളി ലൈറ്റിങ്ങും അടിപൊളി ഫുഡും വൈബും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കുറേ ഷോപ്സ് ആണ്, കുട്ടി കുട്ടി ഷോപ്സ്, ഫുഡും സ്നാക്സും ഒക്കെ വിൽക്കുന്ന ഷോപ്സ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ബീച്ചിലേക്കാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ടൈമിൽ ബീച്ചിലേക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ. പക്ഷെ അഴീക്കൽ ബീച്ച് ഇപ്പോൾ ഭയങ്കര സേഫ്റ്റിക്ക് കുറവുള്ളത് കൊണ്ട് കാരണം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു ധൈര്യമില്ല. അതുകൊണ്ട് എല്ലാ പിള്ളേരെയും സൈഡിൽ നിർത്തിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പട്ടം പറത്തുന്നതൊക്കെ കണ്ടു. അതിനുശേഷം ആ എൻഡ് ഭാഗത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും പട്ടം വാങ്ങി പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവർ പട്ടമൊക്കെ വാങ്ങാൻ നിന്ന സമയത്ത് നമ്മൾ നല്ല കോളിഫ്ലവർ വറുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് കോളിഫ്ലവർ ആ ബീച്ചൊക്കെ കണ്ട് കഴിക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. ഇവരൊക്കെ പട്ടം പറത്തി. അങ്ങനെ 2 പട്ടം പറക്കുകയും 1 പട്ടം എഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഴീക്കൽ ബീച്ചിൽ പോകുന്നവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നെങ്കിൽ നല്ല പോലെ കുട്ടികളെ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഇവർ പോകുന്ന വഴി അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഫ്രണ്ടിൽ കടലാണ്. പിന്നെ അത്യാവശ്യം സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല അവിടെ. കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാലോ പോയി കഴിഞ്ഞാലോ ആരും കാണാൻ പോണില്ല, കാരണം അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കടയിലൊക്കെ നല്ല ഉപ്പിലിട്ടതും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം പാനിപ്പൂരി, അത് നമ്മൾ കുറച്ച് കഴിച്ചു. അതുപോലെ ഇതുപോലെ സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെ അവിടെ ഒട്ടകത്തിലും കുതിരയിലും ഒക്കെ റൈഡ് കൊണ്ടുവന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഗാനമേള കേട്ട് അവിടെ ആയിരുന്നു. ഗാനമേളയുടെ ഭാഗത്ത് ഭയങ്കര ബഹളമായിരുന്നു. ഇതുപോലെ പിള്ളേരൊക്കെ കിടന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്നതിന് ശേഷം വെളിയിലേക്ക് നമ്മൾ ആ സൈഡിലൂടെയുള്ള ഷോപ്പിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ ഈ ഫിഷിന്റെ സ്പാ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയപ്പോഴായിരുന്നു കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പ്ലേസ്. ഫ്രിഡ്ജിലൊക്കെ ലൈറ്റ് കൊടുക്കുന്ന ഈ നൈറ്റ് ടൈം കാണാൻ എന്ത് രസമാണെന്നറിയൂ. അങ്ങനെ ഏകദേശം കുറച്ച് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. ബൈ ബൈ.